നമ്മളിപ്പോൾ ഇവിടെ ബസ് കാത്തു നിൽക്കുവാണ് കേട്ടോ. നമ്മുടെ ബസ് ഇനി 5 മിനിറ്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സിറ്റി സെൻറ്റർ പോയിട്ട് വേണം അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടുത്ത ബസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10:45 നമുക്ക് സിറ്റി സെൻറ്ററിൽ നിന്ന് ബസ്. സോ ഞാൻ ഇവിടെ ഇപ്പോൾ കറക്റ്റ് അവിടെ 10:45 എത്ര രീതിയിൽ ഇവിടെ നിന്ന് ബസ് എടുക്കുന്നുണ്ട്. ഭർത്താവിന് അറിയാം കറക്റ്റായിട്ട് എത്തുമെന്നുള്ളത്. പക്ഷേ 5 മിനിറ്റ്സ് ഡിലേ ആണ് ബസ് കാണിക്കുന്നത്. സോ ഐ തിങ്ക് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ബസ്സിലൊക്കെ കയറി നമുക്ക് നേരെ സിറ്റി സെൻറ്ററിൽ പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ബസ്സിൽ കയറി. ഇതേ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവരും നമ്മൾ കണ്ടു കേട്ടോ. അപ്പം നമ്മൾ ലിബിനുണ്ട്, ഇത് ആൽവി ആദ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗിൽ വരുന്നത്. പക്ഷെ ലിബിൻ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും. അപ്പോൾ അപ്പൻ്റെ ഹായ് പറയുന്നതും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ കയറി 218 എന്ന് പറഞ്ഞ ബസ്സിലാണ് കയറിയേക്കണത്. നമ്മളിപ്പോൾ പോണ വഴിയാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇറങ്ങിയിട്ട് അവിടെ എന്താ കാണുന്നതെന്ന് നോക്കിയിട്ട് പറയാവേ. ഗൈസ്, അപ്പം നമുക്കൊരു ഫോൾട്ട് സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്ഥലം മാറിപ്പോയി. നമ്മൾ സ്റ്റോപ്പ് നെക്കി ആ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടി വന്നു. കുത്താൻ പറഞ്ഞത് ഇവളാണ്, ആൽവിയാണ് എൻ്റെ അടുത്ത് കുത്താൻ പറഞ്ഞത്. ഞാനാണെങ്കിൽ സ്റ്റോപ്പ് നോക്കി. ഇപ്പം ഞങ്ങൾ ഏതോ വഴി കൂടെ എവിടാണോ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബസ് സ്റ്റോപ്പ് എന്തായാലും ഒരു 2-3 കിലോമീറ്റർ ആയിട്ട് ഉണ്ടാവുള്ളൂ. തിരിച്ചു വെക്കുന്നത് കണ്ടതാണ്. എന്തായാലും നമുക്ക് നടക്കാം. ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ എവിടെയൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിബിന് അത്യാവശ്യമായിട്ട് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ. ഇവിടെ കൂടെ ഒരു അരുവി പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താണ് ഫ്രണ്ടിലൊന്നും അറിയില്ല. ഒരുപാട് ആൾക്കാർ നടന്നൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണു, എനിക്ക് തോന്നുന്നു അപ്പുറത്തെന്തോ റോഡാണെന്ന് തോന്നുന്നു. കർത്താവിനറിയാം. എന്തായാലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴികളിലെല്ലാം അതന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വഴികളിലെല്ലാം പട്ടിത്തീട്ടമാണ്. അതാണൊരു വ്യത്യാസം. നമ്മൾ അയ്യോ ഏതൊക്കെയോ വഴികളിലൂടെ പോകുന്നു. നമുക്ക് തന്നെ അറിയില്ല എങ്ങോട്ടേക്കാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അല്ലേ കുതിരേ? ആ ഗൈസ്, ദേ ദൂരെ ഒരു കുതിര നിൽക്കുന്നുണ്ട്. വെള്ളക്കുതിര. ഉണ്ടോ കുതിര? ഇവിടെ താറാവല്ലേ? അതെ ഗൈസ്, താറാവാണ്. അത് ഇത് നോക്ക്, തല താഴ്ത്തി അത് കുളിക്കുന്നു. വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. വെള്ളം കുടിക്കാൻ മീനെ തപ്പുമായിരിക്കും. ഗൈസ്, നമ്മുടെ ഒഫീഷ്യൽ എന്താ പറയാ, പാവം എല്ലാവരെയും ബാഗും ചുമന്ന് നടക്കുക കേട്ടോ. ഇതെന്താ ഇങ്ങനെ നടക്കണേന്ന് വിചാരിച്ചിട്ടെങ്കിലും തോന്നുന്നുണ്ടാ ഗൈസ്? എല്ലാം പട്ടിത്തീട്ടമാണ്. ഫുൾ പട്ടിത്തീട്ടം. എടാ റോട്ടിലില്ലടാ അധികം. റോട്ടിൽ നോക്കി കിടക്ക് കണ്ടോ.
അതന്നെ. ലവൻ അവിടെ ഒരു കഫേ ഉണ്ടെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ, മുള്ളാൻ വേണ്ടിട്ട്. അതന്നെ നോക്കാം, ലക്ഷ്യം പ്രധാനം. അതന്നെ. കുതിരനെ തന്നെ നമ്മൾ എടുത്തേക്കണത്. ഇതുണ്ട് ഇവിടുത്തെ ഈ ഒരു കഫേ ആണെന്ന് ഓർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ എന്താണെന്ന് കണ്ടറിയണം. ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു റോഡാണെന്ന്, അതാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. നമ്മളങ്ങനെ ഏതൊക്കെയോ വഴി കൂടെ നടന്ന് ഇവിടെ എത്തിയിട്ടോ. പാവലിബിൻ നമുക്ക് നോക്കാതെ ഒരു കഫേ ആണോ എന്നൊക്കെ നോക്കാതെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് വീട് കാണാൻ അല്ലേ, നല്ല ഭംഗിയുള്ളൊരു വീട്, ഭയങ്കര മണം. പക്ഷെ ഗൈസ് അതൊരു ലോഡ്ജായിരുന്നു, അതുകൊണ്ട് നമ്മളെന്തെങ്കിലും കഫേ എന്തെങ്കിലും നോക്കുവാന്ന്. അപ്പൊ ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെന്തെങ്കിലും കഫേ എന്തെങ്കിലും നോക്കുവാണ്. ആക്ച്വലി എനിക്ക് ദാഹിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിചാരിക്കുന്നു നമുക്ക് എന്തെങ്കിലും ചായ ഒക്കെ എന്തെങ്കിലും കുടിക്കാം, അപ്പൊ ഇതിന് വാഷ്റൂം യൂസ് ചെയ്യാമല്ലോ. പക്ഷെ ഇവിടെ ഒന്നും കണ്ടിട്ട് ഒരു കടയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കിനി പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് ആക്ച്വലി നമ്മൾ ഇറങ്ങിയ ബസ് തന്നെ തിരിച്ച് വീണ്ടും കയറണം, ആ സെയിം നമ്പർ ബസ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നടന്നിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ മെയിൻ റോഡിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് എടുക്കണം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ ഒരു സ്ഥലത്തെത്തേക്കുവാണ്. ഇത് ഏതാ സ്ഥലം എന്നൊന്നും അറിയത്തില്ല, ഏതൊക്കെയോ വഴിക്കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് നിൽപ്പുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ. നല്ല നല്ല ഭംഗിയുണ്ട്. ഇവിടെ കാണണേ ഓടുവാ പാവം. നമ്മളാണെങ്കിൽ ഇവിടെയാ ഉള്ളത്, റിവേഴ്സൈഡ് വർക്ക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇനി നമ്മളാണെങ്കിൽ അടുത്ത ബസ് കയറണം. അങ്ങനെ നമ്മൾ 2 ബസ് കയറിയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളുടെ വിനറ്റ്സ് പാസും അതുപോലെ തന്നെ കാസിൽട്ടൺ എന്ന് പറഞ്ഞൊരു ചെറിയ വില്ലേജിലോട്ടാണ് നമ്മൾ നോക്കുന്നത് പോകാൻ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം 2 ബസ് കയറണം ആക്ച്വലി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്. ഞാൻ ക്യാപ്പ് എടുത്തേക്കണത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇവർ രണ്ടാളും വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുവാണ്. മിക്കവാറും വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴത്തേനും സലീഷ് ചോദിക്കും ആരാന്ന് ചോദിക്കുമ്പോൾ അതുപോലെയാണ് രണ്ടാളും നടക്കുന്നത് കണ്ടോ. ഒരു കഥ എടെ എത്തിയടാ ബേക്കിലെത്തി. ഗൈസ് ഇവിടെ എത്തിയപ്പോ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ കറക്റ്റ് നടന്ന് ബേക്കുവൽ എത്തിയേക്കും കേട്ടോ. കറക്റ്റ് ബേക്കുവലെത്തി. ഏതോ സ്റ്റോപ്പിൽ ഇറങ്ങി കറക്റ്റ് നമ്മള് ബേക്കുവൽ എത്തിയിട്ടുണ്ട്. ഏത് ഇതാണോ ആൽബിച്ചേക്കാണോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ കറക്റ്റ് എത്തിയേക്കുവാണ് കേട്ടോ. ഏതൊക്കെയോ വഴി കൂടെ നടന്ന് എത്തി. സൂപ്പർ ഗൈസ്. ഇവിടെ എന്തോ ഒരു കല്യാണമാണെന്ന് തോന്നുന്നു. ഇത് മോമി ടു ബി പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
മോമിറ്റ് കല്യാണം അത് ശരിയാട്ടോ. നമ്മള് അതും കൊള്ളാല്ലേ. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും വിചാരിച്ചില്ലല്ലേ. ബേക്കറിയിലൊന്നും വിചാരിച്ചായിരുന്നു നടന്ന്. അത് തന്നെ നമുക്കന്ന് എന്തായാലും ഇവിടെ എത്തിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ നമ്മളിവിടെ ഐസ്ക്രീമിന്റെ ഇവിടെ വന്നേക്കുവാണ്. ടർക്കിഷില് എനിക്ക് ഇഷ്ടമല്ല. അത് തന്നെ ഇതെല്ലാം തീർന്നിരിക്കുവാണല്ലോ. ഞാൻ ടർക്കിഷ് ഇഷ്ടമല്ല. ടർക്കിഷ് ലൈക്ക് ഗുഡ് വൺ. You can try it. Yes. അത് നന്നായിരുന്നു. Thank you. അതിനെന്താ I'm same again. ആണ്. ലിക് ബേക്ക്വെൽ. ഞാൻ ആദ്യമായിട്ട് മീനാട്ടോ. ഫിഷ് ആൻഡ് ചിപ്സ്. എടി മീൻ. അങ്ങനെ നമ്മള് ബേക്ക്വെല്ലിൽ നിന്ന് ഫുഡ് കഴിച്ചു. പക്ഷെ ഫുഡ് കഴിച്ച അത് എടുക്കാൻ മറന്നു പോയിട്ടാണ്. നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുവാണ് അടുത്ത ബസ് കയറാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പോകുന്നത് വിനറ്റ്സ് പാസിലേക്കാണ് പോകുന്നത്. ഹോപ്പ്ഫുള്ളി കറക്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങും, കറക്റ്റ് സ്ഥലത്തെത്തും എന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ. ലക്ഷ്യസ്ഥാനത്ത് എത്തണം. സത്യം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ബസ് കയറിയിട്ട് നോക്കാം. രണ്ടുപേർക്കും ഒരു കിണ്ടി അറിയത്തില്ല ഗൈസ്. ഏതാണ്ടൊക്കെ വഴിയിൽ ഇറക്കി. രണ്ട് വണ്ടികളാണ് UK-ലോട്ട് കയറ്റി വിട്ടേക്കുന്നത്. നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ തോക്കുമെന്നറിയാം. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പൈസ കൊടുത്ത് കയറ്റി വിട്ടേക്കുന്നതാണ് ഗൈസ് രണ്ടെണ്ണത്തിന്. ഒരു വക അറിയത്തില്ല ഗൈസ്. അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട്, ടൈം ടേബിൾ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോകേണ്ടടുത്ത് ഇങ്ങോട്ട്. അതെ, വേറെ എവിടെയെങ്കിലും കാണാം ഗൈസ്. ഏതെങ്കിലും ദുനിയാവിൽ ഇറക്കി വിടും ഗൈസ്. അതെ, പ്ലാൻ ചെയ്ത സ്ഥലം വേറെ, പോകുന്ന സ്ഥലം വേറെ. പ്ലാൻ ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഗൈസ്. വലിയ കാര്യമില്ല, പെട്ടെന്ന് നടന്നിട്ട് ബസ് എടുക്കണ്ടേ. ഇയാൾക്കാണ് നമ്മൾ അതിനുള്ളിൽ കയറ്റി കൂടെയായിരുന്നു. ചടിച്ച് ആണ്ട പോകുന്നു. വണ്ടികളാണ് ഗൈസ് രണ്ടും. ഇങ്ങനെ നിൽക്കാന്നല്ലേ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടുള്ളൂ. ഓ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ ബസ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഈ ബസ് ഓപ്പൺ ആക്കുന്നത്. സോ നമ്മൾ മൂന്നാറും ആദ്യം കയറി സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്, ഫ്രണ്ട് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതോ വഴിക്ക് പോവുകയാണ് ഗൈസ്. അതന്നെ, വേറെ ഏതോ വഴിക്ക്. ഇനി എവിടെയാണോ ചെന്നിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണ്. നമുക്ക് ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് കാണാം, എന്നാലാണ് നമുക്ക് കാഴ്ച കാണാൻ പറ്റുള്ളൂ. സോ വി ആർ വെയിറ്റിംഗ്.
ഇതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് നടന്നു. ഞങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേനും ബസ് തുറക്കുകയും ചെയ്തു. ഈ ഫ്രണ്ടിലിരിക്കുന്ന അമ്മമ്മയും പാപ്പനും വേഗം കയറി ഫ്രണ്ട് സീറ്റിലിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി ഫ്രണ്ടിലിരിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ 2 സീറ്റിലിരുന്നു. അപ്പം നമ്മളിവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ദി ചർച്ച് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ നിന്ന്. ഇവിടെ നിന്ന് നമുക്കുള്ളത് ഡബിൾ ഡക്ക് ബസ്സാണ്. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്. മോൾ ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ബസ്സിലാണ് നമ്മൾ ഇവിടെ നിന്ന് കയറുന്നത്. അതിൻ്റെ പേരെന്താണ്ടും പീക്ക് സൈറ്റ് സിയർ എന്ന് പറഞ്ഞൊരു ബസ്സാണ് തോന്നുന്നു. ലൈക്ക് ബ്ലൂ എന്ന് പറഞ്ഞ ബസ്സാണ് കയറുന്നത്. അതാണെങ്കിൽ മോൾ ഭാഗം ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ റേറ്റ് നോക്കിയപ്പോൾ അഡൾട്ടിന് 9.50 pounds ആണ് കാണിക്കുന്നത്. നമ്മൾ ഇപ്പം തന്നെ ബസ് വരും, വിത്തിൻ 2 minutes ബസ് വരും എന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ബസ് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെ UK ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു ബസ്സിൽ കയറിയിട്ടില്ല. ഡബിൾ ഡക്കർ ബസ്സിൽ കയറിയിട്ടുണ്ട്, പക്ഷേ മോഡൽ ഓപ്പൺ ആയിട്ടുള്ള ബസ്സിലൊന്നും കയറിയിട്ടില്ല. സോ വി ആർ വെയിറ്റിംഗ്. ഇറങ്ങിയ സ്ഥലം തന്നെ സിമിട്രി ആണ് കേട്ടോ. അപ്പോൾ അവർ 2 ആളും അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഇന്നുണ്ടോ? എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും പടച്ച് കയറുന്നില്ല. സോ നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. ടു മാംടോർ ബ്ലൂ ജോൺ കാവേൺ. ഇവിടെയാണ് നമ്മൾ ഇറങ്ങണേന്ന് തോന്നുന്നുണ്ട്. കാവേണിലാണ് നമ്മൾ ഇറങ്ങുന്നത്. കണ്ടോ, ദിസ് ഇസ് ദ സംഭവം. ഇതാണ് സംഭവം. സോ വെയിറ്റിംഗ്. രാവിലെ ഇറങ്ങിയത് ഇങ്ങോട്ടൊന്നും പോകാനല്ല, ആക്ച്വലി കാസൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ്. പക്ഷെ നമ്മൾ പ്ലാൻ മാറ്റി മിനിറ്റ്സ് പാസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഹോപ്പ്ഫുള്ളി നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് കറക്റ്റായിട്ടൊരു ബസ് കയറി കറക്റ്റായിട്ട് നമുക്ക് പോയി ഇറങ്ങണം. ഇതൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബസ്സിൽ കയറുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ബസ്സിൽ കയറുന്നത്. ഇതിന് മുന്നേ കയറിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കർത്താവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ മഴ പെയ്ക്കല്ലേ 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 എന്ന്. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കയറുമ്പോഴത്തേനും മഴ എങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ ആകെ നനഞ്ഞ് കുളിച്ച് പോകേണ്ടി വരും. സോ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു കർത്താവിനോട്, ദൈവമേ മഴ പെയ്ക്കല്ലേ. പക്ഷേ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഉള്ളവരെന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ബസ്സിലൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു സൈറ്റ് നൈസാണ് കാണാൻ വേണ്ടിയിട്ട്. ലാൻഡ്സ്കേപ്പും ഒക്കെ കാണാൻ അടിപൊളിയാണ്. കാരണം ആ പീക്കിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല ഭംഗിയുള്ള കുറേ മലകളും ഫുള്ള് ഗ്രീനറി നിറഞ്ഞിരിക്കുന്ന കുറേ സ്ഥലങ്ങളാണ് കേട്ടോ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറേ അധികം ഷീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊരു കാണേണ്ട തന്നെ ഒരു സ്ഥലമാണ് ആക്ച്വലി പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കണ്ട് നമുക്ക് മതിയാവത്തില്ല. അതുപോലെ ഭംഗിയും ഒരുപാട് മരങ്ങളും കുന്നുകളും മലകളും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ബസ്സിന് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൻ്റെ ടിക്കറ്റ് നമുക്ക് 10 pounds അടുത്താണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു ഫുൾ ഡേ നമുക്ക് ഈ ബസ് യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് പോകാം, തിരിച്ചു വരാം. പിന്നെയും ഈ ബസ്സിൽ തന്നെ ഇനിയും ഒരുപാട് ഡെസ്റ്റിനേഷൻസ് നമുക്ക് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം 1 time അല്ല നമുക്കിത് യൂസ് ചെയ്യാവുന്നത്. സോ അതിനൊരു ടൈമുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത ആ ടൈം കറക്റ്റ് നോക്കിയിട്ട് വൈകുന്നേരം എനിക്ക് തോന്നുന്നു 5 മണി വരെ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ ബസ്. സോ അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് നിങ്ങളാണെങ്കിൽ ട്രൈ ചെയ്യോട്ടെ. ഒരു ദിവസം അടിപൊളിയാണേ. അടുത്ത ബസ് സ്റ്റോപ്പാണ് കാണിക്കണത്. ഇറങ്ങണ്ടേ? നടക്കണം, അതാണ് സ്ഥലം. ഗൈസ്, അപ്പം നമ്മളാണെങ്കിൽ മിനിറ്റ്സ് പാസിൻ്റെ അവിടെ ഇറങ്ങി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ 2 സ്റ്റോപ്പ് പിന്നിലേക്ക് നടന്ന് ഒരു കഫേയിൽ വാഷ്റൂമിൽ പോയി. ഇപ്പം നമ്മൾ തിരിച്ച് മിനിറ്റ് പാസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അയ്യോ പറക്കുന്ന രസമായിരിക്കും. ഒത്തിരി ഭംഗിയാ കാണാൻ.
എത്ര നേരം എടുക്കാടാ മലയുടെ മുകളിൽ കയറാൻ? അങ്ങനെ എത്തിയിരിക്കുകയാണ് ഇവിടെ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വിനറ്റ്സ് പാസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മല. ഞങ്ങൾ പകുതി കയറി കേട്ടോ. ഇപ്പോൾ പകുതി കയറിയിട്ട് നിൽപ്പാണ്. എനിക്ക് ആക്ച്വലി നല്ല ടെൻഷനുണ്ട്. കാരണം ഞാൻ ഇങ്ങനത്തെ മലയോ കുന്നോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറാൻ പോയിട്ടില്ല. ആകെ പോയേക്കണത് നമ്മുടെ മലയാറ്റൂർ മല കയറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് തന്നെ പകുതിയല്ല 3/4 ദൂരം നമ്മൾ കയറി. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷനായി. പിന്നെ എനിക്ക് തലകറക്കം വന്നു. ആകെ സീനായി. അപ്പം നമ്മൾ പതിയെ ഇറങ്ങി. പക്ഷെ ഇത് നൈസാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഐ ആം സോ ഹാപ്പി. കാരണം ഞാൻ നിലത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കാണ്ട് നമ്മൾ പകുതി 3/4 ഭാഗത്തോളം കയറി. ദാറ്റ് വാസ് സോ നൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ആ മല കയറി ഇറങ്ങി. ഹോപ്പ്ഫുള്ളി ഒന്നും അടിപൊളിയായിരുന്നു. ഇവർ രണ്ടാളും കൂടി നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടാട്ടോ ഞാൻ മല കയറിയത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനത്തെ ഒരു മല കയറുന്നത്. അതിൻ്റെ ഒരു ഷോക്ക് എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് പറ്റും തോന്നിയില്ല. പക്ഷെ ഓൾമോസ്റ്റ് എൻ്റെ വരെ എത്തിയില്ല നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറിയില്ല. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.